നമസ്കാരം. ഇവിടെ കൗതുകം വളരെ കണ്ടിട്ട് കൗതുകം തോന്നുന്ന ഒരു ഓട്ടോറിക്ഷ ശ്രദ്ധയിൽപ്പെട്ട്. ആ ഓട്ടോറിക്ഷ സാധാരണക്കാരൻ്റെ വാഹനമുള്ള ഓട്ടോറിക്ഷ. നാട്ടിലെന്ത് വിഷയം വന്നാലും എന്ത് സങ്കടം വന്നു കഴിഞ്ഞാലും ഓട്ടോറിക്ഷക്കാർ ഇടപെടുമല്ലോ. ഒരു ഭംഗിയുള്ളൊരു ഓട്ടോറിക്ഷ കണ്ടപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് തോന്നി. അതാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഓട്ടോറിക്ഷ കാണിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ഹലോ, നമസ്കാരം. നമസ്കാരം. എന്താണ് ഈ ഓട്ടോറിക്ഷ നല്ല ഭംഗിയായിട്ടൊക്കെ പണിത് വെച്ചിട്ടുണ്ടല്ലോ? എൻ്റെ മകൻ്റെ ഒരു ആഗ്രഹമാണ് വണ്ടി ഒന്ന് സൂപ്പർ പുതിയ വണ്ടി എടുത്തിട്ട് നല്ല രീതിയിൽ പണിതിറക്കണം. ജനങ്ങൾക്കും ഒരു ഗുണമുള്ള യാത്ര ചെയ്യണവർക്കൊരു സുഖം, നമുക്കും കൊണ്ടു നടക്കുമ്പോൾ ആൾക്കാർ കാണുമ്പോൾ അതിൻ്റെതായൊരു ഇതുണ്ടല്ലോ, ഓട്ടം കിട്ടാനും നല്ലൊരു വണ്ടി കാണുമ്പോൾ ആൾക്കാർക്ക് തോന്നും നമുക്കിത് പിന്നെയും വിളിക്കാം, ദൂരക്ക് യാത്ര പോകാം, അങ്ങനെയൊക്കെ ഒരു തോന്നലുണ്ടാവും. അതൊരു ഗുണമാണ്. അപ്പോൾ സ്ഥിരം യാത്രയാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതല്ലേ? സ്ഥിരം ഓട്ടം കിട്ടണം. ഓട്ടം കിട്ടണം, നമുക്കതല്ല മെയിനായിട്ട് വേണ്ടത്. ഓട്ടം ഉണ്ടാവണം. അപ്പം യാത്രക്കാർക്ക് ഒരു സുഖം കിട്ടണം, അപ്പോഴല്ല അവർ വീണ്ടും വിളിക്കുള്ളൂ. അത് ശരിയാണ്. ഇത് എവിടെയാണ് പണിതിട്ടുള്ളത്? അത് എറിയാട് ഷെഫീക്ക്, എറിയാട് ആറാട്ട് വഴി എന്ന് പറയും. എറിയാട് എന്ന് പറഞ്ഞാൽ കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ലൂര് തീരദേശ ഭാഗമാണ് എറിയാട്. അഴീക്കോട് എന്ന് പറയും, അഴീക്കോട് പെട്ടതാണ് എറിയാട്. അവിടെ ഷെഫീക്ക് ആറാട്ട് വഴി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് എറിയാട്, അതിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ്. അപ്പൊ ഷെഫീഖിന്റെ നമ്പർ തന്നെ കേട്ടാ, ചിലപ്പോ ആർക്കെങ്കിലും ആവശ്യം വന്നാലാ? തരാം. എങ്ങനെ ഇത് എല്ലാ ദിവസവും ഓട്ടോ ഒക്കെ ഉണ്ടോ? ഓട്ടം കിട്ടുന്നുണ്ടോ? ഓട്ടം കിട്ടുന്നുണ്ട്. കൊടുങ്ങല്ലൂർ ബസ് സ്റ്റാൻഡിലാണ് ഓടുന്നത്. ഓടാൻ മടിയുണ്ടോ? എനിക്ക് മടിയില്ല. ഞാൻ രാവിലെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം, രാത്രി അങ്ങനെ അധികം ഓടാറില്ല. രാവിലെ ഒരു 7-7:30 സ്റ്റാൻഡിലെത്തും, ഒരു 7:30-8 മണിക്കുള്ളിലായിട്ട് തിരിച്ച് വീട്ടിലെത്തും. ആണല്ലേ? അത്യാവശ്യം ഓട്ടം കിട്ടുമോ? അത്യാവശ്യം നമുക്ക് ഓടാം. വിളിക്കുന്ന ആൾക്കാർ തന്നെ പിന്നെ വിളിക്കുമോ? വിളിക്കുന്ന ആൾക്കാർ ചോദിക്കും ഈ വണ്ടി നല്ല ഉഷാറായിട്ടുള്ള ആരാണ് പണിതത്. നല്ല ഭംഗിയുണ്ട്, വണ്ടി കാണാൻ ഭംഗിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതില് നമ്പറിന്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ടേ, അപ്പൊ ആൾക്കാര് നമ്പർ അടിച്ചെടുക്കും. അറിയ പോലുമില്ല, അതായത് വിളിക്കുമ്പോ ആരാണ് നമ്മ അറിയില്ല. അപ്പോഴാണ് പറയുന്നത് ഇന്ന സ്ഥലത്ത് ഞങ്ങൾ ഇന്ന സ്ഥലത്ത് കയറിയ ആൾക്കാരാണ്, നമുക്കൊന്ന് വരാൻ പറ്റുമോ, ഇന്ന സ്ഥലത്ത് പോകാനാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള. അതെല്ലേ, ഞാൻ നിങ്ങളെ വിളിച്ച് നിർത്താനുള്ള പ്രധാന കാരണം എന്താണെന്ന് അറിയാമോ? വേറെയുള്ള ആളുകൾക്കും ഇങ്ങനത്തെ വണ്ടി പണിയാനൊക്കെ ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ പണിയണ എവിടെയാണ്? പിന്നെ ഈ ഇതേപോലത്തെ വണ്ടി വിളിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരും ഉണ്ടാവും ഓട്ടം പോകാനൊക്കെ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. ഏതായാലും അടിപൊളിയായിട്ടുണ്ട്. ഇത് ഷെഫീഖ് എന്ന് പറയുന്നത് നമ്മളെ അടുത്ത് തന്നെയാണ്. ആണല്ലേ? മകനാണ് നമ്മളെ പരിചയപ്പെടുത്തിയത്. മകൻ പോയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എനിക്ക് ഇന്ന ടൈപ്പ് ഒരു വണ്ടി പണിത് തരണം എന്നൊക്കെ പറഞ്ഞ് പുതിയ വണ്ടി എടുത്ത് പണിയിപ്പിക്കാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് ഒക്കെ റെഡിയാക്കിയത് മകനാണ്. അത് കഴിഞ്ഞിട്ട് മകൻ പോവുകയും ചെയ്ത് ഇത് കംപ്ലീറ്റ് ആവണേനും പറഞ്ഞ മകൻ പോയി. അബുദാബിലാണ് ആള് പോയി. പിന്നെ ഞാനാണ് വർക്ക്ഷോപ്പിലും കാര്യങ്ങളൊക്കെ പോയി ഓടിക്കാനല്ലേ? അപ്പൊ വേറെ അവിടെ തിരക്കുണ്ടോ? വർക്ക്ഷോപ്പിൽ ആളുകൾ വരുന്നുണ്ട്? ഇല്ല, ഞാൻ 5ാമത്തെ വണ്ടി എന്തോ ആയിരുന്നത്. 4 വണ്ടീന്റെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നു പണിയാൻ. അത് കഴിഞ്ഞിട്ട് അപ്പൊ ഷെഫീഖറിന്റെ പണിയെന്നുള്ളതിൽ ആ 4 വണ്ടിയും കഴിട്ടെന്ന് വെച്ച് കാത്തിരുന്നു. വെയിറ്റ് കാരണം നല്ല പണിയാണല്ലോ. അപ്പൊ അതിന്റെ പേരിൽ ഇഷ്ടംപോലെ ആൾക്കാർ ചോദിച്ചു വരുന്നുണ്ട്. ഇപ്പൊ ഈ വണ്ടി കാണാൻ തന്നെ കൊടുങ്ങല്ലൂർ സ്റ്റാൻഡിൽ ഇഷ്ടംപോലെ ആൾക്കാർ ഒരു ദിവസം വരും. എവിടെയാണ് പണിതത്, ആരെന്നൊക്കെ ചോദിച്ചിട്ട് നമ്പർ വാങ്ങിക്കാൻ വേണ്ടിട്ട് വരും. അപ്പൊ നിങ്ങൾ നമ്പർ കൊടുക്കാറുണ്ട്? ഒരാൾക്ക് ഒരുപാടല്ലേ, ഒരു പണി കിട്ടണ നല്ലതല്ലേ? നമുക്ക് വണ്ടി പണിത് കിട്ടി. അപ്പൊ അതുപോലെ തന്നെ ആൾക്കാർ പണിയാൻ താല്പര്യമുള്ളവർ പണിയിപ്പിക്കട്ടെ. അപ്പൊ നമ്മൾ നമ്പർ കൊടുക്കും. ചോദിച്ചാൽ ഇന്ന സ്ഥലമൊന്നും പറഞ്ഞു കൊടുക്കും കറക്റ്റായിട്ട്. അതെ, ഏതായാലും സന്തോഷം. ഈ വണ്ടി പരിചയപ്പെടാൻ കഴിഞ്ഞൊരു സന്തോഷമുണ്ട് കേട്ടോ. എനിക്ക് സന്തോഷം, നിങ്ങൾക്ക് കാണാൻ പറ്റിയത്.